ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു സൈലം SSC Arabic. അപ്പോൾ നമുക്കറിയാം SSCയിൽ കുറേ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, പുതിയ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചോദ്യങ്ങളെല്ലാം അല്ലെങ്കിൽ എല്ലാ കൺസെപ്റ്റ്സും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോണ്ടി ഹാൾ റിഡിൽ എന്ന് പറയുന്ന അത് ബേസ് ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ മോണ്ടി ഹാൾ റിഡിൽ എന്നുള്ളത് പേര് പോലെ തന്നെ അതൊരു പസിലാണ്, ഒരു കുസൃതി ചോദ്യം പോലെയുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പസിൽ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് സിമ്പിൾ ആയിരിക്കും. അപ്പോൾ എന്താണ് മോണ്ടി ഹാൾ റിഡിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ മോണ്ടി ഹാൾ എന്ന് പറയുന്ന പേര് ഒരു ഇംഗ്ലീഷിലുള്ള ഒരു TV ഷോയുടെ ഹോസ്റ്റിന്റെ പേരാണ്, ഒരു വ്യക്തിയുടെ പേരാണ്. അപ്പം ആ ഒരു പ്രോഗ്രാമിലോട്ട് പറയുന്നതിന് മുമ്പേ നമുക്കത് ശരിക്കും അതേപോലത്തെ ഒരു പ്രോഗ്രാം നമ്മുടെ മലയാളം ചാനലിൽ ഉണ്ടായിരുന്നു. ഡീൽ ഓർ നോ ഡീൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ പണ്ട് കണ്ടിട്ടുള്ളവരുണ്ടാവും. കുറേ ബോക്സിൽ കാശുമായിട്ട് ഇങ്ങനെ കുറേ ഗേൾസ് നിൽക്കുന്നു. നമുക്ക് ഗസ് ചെയ്യാം ഏതിലാണ് നമ്മൾ വിചാരിക്കുന്ന കാശുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ കാശുള്ളതെന്ന് ഗസ് ചെയ്തിട്ട് നമ്മുടെ ഗസ് ശരിയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കാശും കിട്ടി വീട്ടിൽ പോകാമെന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിം. മേ ബി അത് ആ ഒരു ഇംഗ്ലീഷ് ഷോയുടെ അഡാപ്റ്റേഷൻ ആയിരിക്കാം. അതേപോലെ തന്നെയായിരുന്നു ഈ ഒരു ഇംഗ്ലീഷ് ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഷോ നമുക്ക് മോണ്ടി ഹാൾ ഹോസ്റ്റ് ചെയ്ത ആ ഒരു ഷോ എന്തായിരുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ ആ ഒരു ഷോയിൽ ഇതേപോലെ 3 ഡോർസ് ഉണ്ടാവും, 3 ഡോർ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 2 ഡോറിൻ്റെ പിറകിൽ ആടുകളും 1 ഡോറിൻ്റെ പിറകിൽ കാറും ആയിരിക്കും. അപ്പം ഇതിലേതാണോ നമ്മൾ ഗസ് ചെയ്യുന്നത്, ഈ പരിപാടി പങ്കെടുക്കുന്നയാൾ ഗസ് ചെയ്യുന്ന ഡോറിൻ്റെ പിറകിൽ കാറാണെങ്കിൽ അയാൾക്ക് അത് വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിൻ ചെയ്യാൻ സാധിക്കും. അതല്ല ആടാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, തോൽക്കും. ഇതാണ് ഗെയിം. അപ്പം ഈ ഒരു ഗെയിമിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു മത്സരാർത്ഥി എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ഡോറ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ഡോറ് സെലക്ട് ചെയ്തു, ഫസ്റ്റത്തെ ഒരു ഡോറ് സെലക്ട് ചെയ്തു. ആ ഡോറ് സെലക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹോസ്റ്റ്, അതായത് ഇവിടുത്തെ മോണ്ടി ഹാൾ എന്ത് ചെയ്യും, അയാൾ വേറൊരു ഡോറ് തുറന്ന് കാണിച്ചു കൊടുക്കും. അപ്പം ഇവിടെ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡോറാണ്. അപ്പം ആ ഒരു സെലക്ട് ചെയ്ത് വെച്ച് നിൽക്കുന്ന സമയത്ത് ഡോർ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പം എന്നോട് പറയാണ്, ഈ ഡോറ് തുറന്ന് കാണിച്ചു തരാണ്, അതിൻ്റെ ഉള്ളിൽ ആടാണ് ഇരിക്കുന്നത്. ഓഫ് കോഴ്സ് ആടുള്ള ഡോറ് മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ, കാറുള്ളത് ഓപ്പൺ ചെയ്യില്ല. കാറുള്ളത് ഓപ്പൺ ചെയ്താൽ എന്തായി, നമ്മൾ പിന്നെ അവിടെ മത്സരമില്ലല്ലോ. അപ്പം ആടുള്ള ഡോർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്കൊരു അവസരം തരികയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒന്നാമത്തെ ഡോറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം, അത് തന്നെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഡോറിലോട്ട് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ തരികയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ഇയാൾ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുന്നതാണോ, ഏതാണ് ജയിക്കാനുള്ള കൂടുതൽ പ്രോബബിലിറ്റി? ഇതാണ് ഏകദേശം ഈ ഒരു റിഡിൽ എന്ന് പറയുന്നത്. എന്ത് ചെയ്താലാണ് നല്ലത്? അപ്പം നമ്മളൊരു റീസണിങ്ങിൽ ചിന്തിക്കുകയാണെങ്കിൽ, യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഓഫ് കോഴ്സ് ഇതിപ്പോൾ രണ്ടും ഒരേപോലെ തന്നെയാണല്ലേ. ഇതിൽ ഇയാൾ തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല കാർ എവിടെയാണെന്ന്. കാർ അപ്പോഴും എന്താണ്, മേ ബി 2ലും ആവാം 1ലും ആവാം. അപ്പോൾ നോക്കുമ്പോൾ 1/2 സാധ്യതകളാണ് ഇവിടെ വരുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്വിച്ച് ചെയ്യുമ്പോഴാണ് ജയിക്കാനുള്ള സാധ്യത കൂടുന്നത് എന്നാണ്. ഇതാണ് മോണ്ടി ഹാൾ പസിലും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് നമുക്കിവിടെ 3 ഡോറിൻ്റെ പിറകിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, കാർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാനിവിടെ 3 കേസസ് ആയിട്ട് കേട്ടോ. ഒന്നാമത്തെ കേസിൽ കാറ് കിടക്കുന്നത് 3ാമത്തെ ഡോറിൻ്റെ പിറകിലാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ കേസിൽ 2ാമത്തെ ഡോറിൻ്റെ പിറകിലും, 3ാമത്തെ കേസിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 1ാമത്തെ ഡോറിൻ്റെ പിറകിലുമാണ് കാറുള്ളതെന്ന് വിചാരിക്കാം. ഈ 3 കേസിലും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റത്തെ ഡോറ് തന്നെയാണേ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ കേസ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് 1ാമത്തെ ഡോറാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 കാറിൽ 3ാമത്തെ കാറിലാണ് ആരുള്ളത്, നമ്മുടെ ഗോട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റ് വന്നിട്ട് പറയാണ്, 2ാമത്തെ ഡോറിൻ്റെ പിറകിൽ ആടാണുള്ളത്, വേണമെങ്കിൽ നിങ്ങൾ സ്വിച്ച് ചെയ്തോളൂ. ഓഫ് കോഴ്സ് ഇവിടെ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിച്ച് ചെയ്താലാണ് വിൻ ചെയ്യുന്നത് അല്ലേ. ഇവിടെ നിങ്ങൾ സ്വിച്ച് ആൻഡ് വിൻ ആണ് സംഭവിക്കുള്ളൂ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കേസിൽ കാറ് 2ാമത്തെ ഡോറിൻ്റെ പിറകിലാണ്, നമ്മൾ അപ്പോഴും ചൂസ് ചെയ്തിരിക്കുന്നത് 1ാമത്തെ ഡോറാണ്. അപ്പം ഹോസ്റ്റ് ആണെങ്കിൽ കാർ ഇല്ലാത്ത ഡോറ് മാത്രമേ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുള്ളൂ. ഹോസ്റ്റ് എന്ത് ചെയ്തു, 3ാമത്തെ ആടുള്ള കാറില്ലാത്ത ഡോറ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് കാണിച്ചു തരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇവിടെയും നമ്മൾ സ്വിച്ച് ചെയ്താലാണ് എന്ത് ചെയ്യുന്നത്, വിൻ ചെയ്യുന്നത്. സ്വിച്ച് ആൻഡ് വിൻ ആണ്. ഇനി 3ാമത്തെ കണ്ടീഷൻ, അതായത് നമ്മുടെ
കാറ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അതേ ഡോറിന്റെ പിറകിലാണെങ്കിൽ അവിടെ 2 കേസസ് വരാം. അതായത് രണ്ടിലും ബാക്കിയുള്ള 2 ഡോറിന്റെ പിറകിലും ആഡായതുകൊണ്ട് ഹോസ്റ്റ് ഒന്നുകിൽ മൂന്നാമത്തെ ഡോറ് തുറന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഡോറ് തുറന്ന് കാണിച്ചു തരാം. പക്ഷെ ഈ 2 കേസിലും നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നമ്മൾ തോറ്റു അല്ലേ? അപ്പൊ അവിടെ നമുക്ക് സ്വിച്ച് ചെയ്താലല്ല നമ്മൾ ജയിക്കുന്നത്, നേരെ മറിച്ച് നമ്മൾ സ്റ്റേ ചെയ്താലാണ് വിൻ ചെയ്യുന്നത്, ജയിക്കുന്നത്. നോക്കിക്കേ, അപ്പൊ ഈ ഒരു 3 പോസിബിലിറ്റീസേ നമുക്കുള്ളൂ. ഒന്നാമത്തെ ഡോറ്, രണ്ടാമത്തെ ഡോറ്, മൂന്നാമത്തെ ഡോറ്. ഇതിൽ എവിടെയെങ്കിലും കാറ് വരാൻ മാത്രമേ നമ്മുടെ മുമ്പിൽ സാധ്യതയുള്ളൂ. പക്ഷെ അവിടെ നമുക്ക് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി നോക്കുമ്പം 3 കേസിൽ 2 കേസിലും സ്വിച്ച് ചെയ്താലാണ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. അതായത് 3ൽ 2ഉം 2/3 സാധ്യത എന്തിനാണ്? സ്വിച്ച് ആൻഡ് വിന്നിനാണ്. സ്റ്റേ ചെയ്താൽ വിൻ ചെയ്യാനുള്ള സാധ്യത വെറും 1/3 ആണ്. ക്ലിയർ ആണോ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്കത് വ്യക്തമാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു പസിലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാവേ. അതായത് ഇതന്നെ ഞാനൊരു ടേബിളായിട്ട് കൊടുത്തതാണ്. അതായത് ഡോറ് 1, ഡോറ് 2, ഡോറ് 3 ഉണ്ടെങ്കിൽ ആ 3 ഡോറിലും കാറ് വരാനുള്ള സാധ്യതകൾ 3 കേസസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബിഹൈൻഡ് ഡോറ് 3 ആണ് കാറ് വരുന്നത്. നമ്മൾ എന്താണ്? ഡോറ് 1 ആണ് എപ്പോഴും സെലക്ട് ചെയ്തിരിക്കുന്നത്, ഡോറ് 1 ആണ്. അപ്പം നിങ്ങളിവിടെ ഡോറ് 1ൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഗോട്ടാണ്. നിങ്ങൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വിച്ച് ചെയ്യണം. രണ്ടാമത്തെ കേസിൽ, അതായത് ഡോറ് 2ന്റെ പിറകിൽ കാറാവുന്ന കേസിലാണെങ്കിലും നിങ്ങൾ സ്വിച്ച് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കാറ് വിൻ ചെയ്യുന്നത്. മൂന്നാമത്തെ കേസിൽ മാത്രമേ സ്റ്റേ ചെയ്യുമ്പോൾ കാറ് കിട്ടുന്നുള്ളൂ. സോ അവിടെ പ്രോബബിലിറ്റി കൂടുന്നത് എപ്പോഴാണ്? സ്വിച്ച് ചെയ്യുമ്പോഴാണ്. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ആ ഒരു റിഡിൽ പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരുപാട് ഡോറിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു സാധ്യത കുറച്ചും കൂടി കൂടുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഇവിടെ 50 ഡോറുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതിന് മുമ്പേ ഞാൻ ഇതിൻ്റെ പ്രോബബിലിറ്റി വരുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാവേ. അപ്പോൾ ഇതിൽ പ്രോബബിലിറ്റി വരുന്നതെന്ന് പറയുമ്പം, അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 3 ഡോറുകളുണ്ട്. ഇതിൽ ഞാൻ ഒന്നാമത്തെ ഡോർ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ഒന്നാമത്തെ ഡോർ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ വിൻ ചെയ്യാനുള്ള സാധ്യത 3ൽ 1 അല്ലേ? 1/3 എന്ന് പറയാം. ആൻഡ് ഓഫ് കോഴ്സ് രണ്ടാമത്തെ ഡോറിന്റെ പിറകിൽ കാറ് വരാനുള്ള സാധ്യതയും 1/3 ആണ്. മൂന്നാമത്തേതിലും 1/3 ആണ്. ഇതിൽ 3ൽ ഏത് ഡോറ് തുറന്നാലും കാറ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. അതിൽ ഞാൻ ഒന്നാമത്തെ ഡോർ എന്ത് ചെയ്തു? സെലക്ട് ചെയ്ത് വെച്ചു. ഇനി എൻ്റെ കയ്യിൽ ഈ ഒന്നാമത്തെ ഡോർ സെലക്ട് ചെയ്ത് വെച്ചപ്പോൾ ബാക്കിയുള്ള, അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ഡോറ് തുറന്നാൽ കാറ് കിട്ടാനുള്ള സാധ്യത 1/3യും, എന്നാൽ കിട്ടാതിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഈ ഒരു ഡോർ അല്ലാത്ത ബാക്കി 2 ഡോറിന്റെ പിറകിലും കാറ് വരാനുള്ള സാധ്യത എന്താണ്? 1/3 + 1/3. ഇതിന്റെ ടോട്ടൽ എന്ത് വരും? 2/3 ആണല്ലേ? ഇതിലേതെങ്കിലും ആവാനുള്ള സാധ്യത ഒന്നാമത്തേതിലല്ല 2ലോ 3ലോ കാറ് വരാനുള്ള ടോട്ടൽ സാധ്യത എന്താണ്? ടോട്ടൽ പ്രോബബിലിറ്റി 2/3 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിവിടെ ഹോസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതിൽ ഒരു ഡോറ് തുറന്ന് കാണിച്ചു തരുന്നു. അപ്പോൾ ഈ ഒരു ഡോർ എന്ത് ചെയ്തു? ഈ ഒരു രണ്ടാമത്തെ ഡോറ് നമുക്ക് ഒഴിവാക്കാം. അത് ഒഴിവായെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടെ എന്താണ് ഈ ഒരു പ്രോബബിലിറ്റീൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, നേരത്തെ 1/3 ഉണ്ടായിരുന്നത് ഇത് 1/2 ആവും. കാരണം നമ്മുടെ കയ്യിൽ ബാക്കി 2 ഡോറുകളേ ഉള്ളൂ. അപ്പോൾ 1/2 ആവുന്നു. അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്രോബബിലിറ്റി അതേപോലെ വെക്കാം. ഒന്നാമത്തെ ഡോറ് തുറന്നാൽ നമുക്ക് ജയിക്കാനുള്ള സാധ്യത 1/3 ആണ്. ബാക്കി 2 എണ്ണത്തിന് ടോട്ടൽ 2/3ൽ ഒരാളെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ 2/3 ഫുള്ളായിട്ട് എങ്ങോട്ട് പോവും? നമ്മൾ മൂന്നാമത്തെ ഡോറ് തുറന്നാൽ ജയിക്കാനുള്ള സാധ്യതയിലോട്ട് അത് ഷിഫ്റ്റ് ചെയ്യും. അതങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൻ്റെ കാരണമാണ് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞത് കേട്ടോ. അതിനുള്ള കാരണം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ ഏതെങ്കിലും ഒഴിവാക്കുമ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? ആ ഒരു ടോട്ടൽ പ്രോബബിലിറ്റി അത് അങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തേതിൽ സ്റ്റേ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള സാധ്യത 1/3യും, എന്നാൽ സ്വിച്ച് ചെയ്താൽ ജയിക്കാനുള്ള സാധ്യത 2/3യുമായിട്ട് മാറി. ആ ഒരു പ്രോബബിലിറ്റിയുടെ വാല്യൂ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം.
ഓക്കെ ആണല്ലോ. അപ്പം ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാം. ഇനിയിപ്പോൾ എത്ര ബോക്സസ് വരികയാണെങ്കിലും എത്ര ഡോർസ് വരികയാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൺസെപ്റ്റിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ കുറച്ചും കൂടെ കൂടുതൽ ഡോർസ് വരുന്ന ഒരു കേസ് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് 3 ഡോർസിന് പകരം നമ്മുടെ കയ്യിൽ 50 ഡോർസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓഫ് കോഴ്സ് 50 ഡോർസ് ഉണ്ടാവുമ്പം ഇതിൽ നമുക്ക് ഓരോ ഡോറും തുറന്നാൽ നമുക്ക് അതിന്റെ പുറകിൽ കാർ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 50-ൽ 1 അല്ലെങ്കിൽ 1/50 ആണ് അല്ലേ. അപ്പൊ അതിൽ ഞാൻ ഒന്നാമത്തെ ഒരു ഡോർ എന്ത് ചെയ്തു, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേ. ആ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡോർ തുറന്നാൽ എനിക്ക് വിൻ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/50യും, എന്നാൽ വിൻ ചെയ്യാതിരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഈ കാറ് കിടക്കുന്നത് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ഡോറിന്റെ പിറകിലാവാനുള്ള സാധ്യത 49/50 ആണ് അല്ലേ. ഓഫ് കോഴ്സ് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ഡോറിൽ ഇതാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഹോസ്റ്റ് വന്നിട്ട് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോർ അല്ലാതെ ബാക്കി അവസാനത്തെ ഒരു ഡോറ് മാത്രം എന്ത് ചെയ്യുന്നു, അവസാനത്തെ ഒരു ഡോറ് മാത്രം അവിടെ ബാലൻസ് വെച്ചിട്ട് ലാസ്റ്റത്തെ ആ ഒരു ഡോറ് മാത്രം എന്ത് ചെയ്യുന്നു, അവിടെ ബാലൻസ് വെക്കുന്നു. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാണ്, ഇത് മാത്രം ബാലൻസ് വെക്കുന്നു. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാണ്, അവർ തുറന്ന് കാണിച്ചു കൊടുത്തു, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നമ്മൾ ബാക്കിയുള്ള ഏതെങ്കിലും ഡോറിൽ പിറകിൽ കാറ് കാണാനുള്ള പ്രോബബിലിറ്റി ആയ 49/50 എന്ന് പറയുന്നത് എന്തിലോട്ട് ഷിഫ്റ്റ് ആവും, ഈ അവസാനം കൊടുത്തിരിക്കുന്ന ഈ അവസാനത്തെ ഈ ഡോറ് തുറന്നാൽ അതിൻ്റെ പുറകിൽ കാറ് വരാനുള്ള പ്രോബബിലിറ്റി ആയിട്ട് മാറും. ഓഫ് കോഴ്സ് അപ്പോൾ എന്താ നല്ലത്, നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്താൽ വിൻ ചെയ്യാനുള്ള സാധ്യത 1/50 ആണെങ്കിൽ സ്വിച്ച് ചെയ്താൽ വിൻ ചെയ്യാനുള്ള സാധ്യത 49/50 ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മോണ്ടി ഹാൾ റിഡിലെ പസിലിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. In a 3-door Monty Hall game, you choose one door. The host opens another door, revealing a goat. If you switch to the remaining unopened door, what is the probability of winning the car? നിങ്ങളുടെ അടുത്ത് 3 ഡോറ് കാണിച്ചിട്ട് പറയാണ്, ഇതിൽ നിങ്ങൾക്ക് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ് കിടക്കുന്ന ഡോർ ഓപ്പൺ ചെയ്യണം, ചൂസ് ചെയ്യണം. അപ്പം നിങ്ങളൊരു ഡോറ് ചൂസ് ചെയ്യുന്നു. ഹോസ്റ്റ് എന്ത് ചെയ്യുന്നു, ഹോസ്റ്റ് വേറൊരു ഡോറ് ഓപ്പൺ ചെയ്യുന്നു, ഗോട്ടിനെ കാണിച്ചു തരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള അൺഓപ്പൺഡ് ആയിട്ടുള്ള ഡോറിലോട്ട് സ്വിച്ച് ചെയ്താൽ നിങ്ങൾ വിൻ ചെയ്യാനുള്ള സാധ്യത, കാറ് വിൻ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുമ്പം ഇവിടെ ഇനീഷ്യലി ഒന്നാമത്തെ ഡോർ ഓപ്പൺ ചെയ്താൽ വിൻ ചെയ്യാനുള്ള സാധ്യത 1/3യും ബാക്കിയുള്ള 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ വിൻ ചെയ്യാനുള്ള സാധ്യത 2/3യും എന്നുള്ളത്, അതിലൊരാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ 2/3 പ്രോബബിലിറ്റി എങ്ങോട്ട് പോയി, രണ്ടാമത്തെ അൺഓപ്പൺഡ് ആയിട്ടുള്ള ഡോറിലോട്ട് പോയി. അപ്പം നമ്മൾ സ്വിച്ച് ചെയ്താൽ വിജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 2/3 ആണെന്ന് പറയാൻ സാധിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ ഓൺ എ ഗെയിം ഷോ ആൻഡ് പ്രസന്റഡ് വിത്ത് 3 ക്ലോസ്ഡ് ഡോർസ്. ബിഹൈൻഡ് 1 ഡോർ ഈസ് എ കാർ ആൻഡ് ബിഹൈൻഡ് ദ അതർ 2 ആർ ഗോഡ്സ്. നേരത്തെ സെയിം ആണ്. യു ചൂസ് ഡോർ 1. ദ ഹോസ്റ്റ് ഹു നൗസ് വാട്ട് ഈസ് ബിഹൈൻഡ് ഈച്ച് ഡോർ ഓപ്പൺസ് ഡോർ 3. revealing a goat. He then asked, do you want to stick with door 1 or switch to door 2? Same question, ഒന്ന് elaborate ചെയ്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. What should you do to maximize your chance of winning the car? ഒന്ന് അങ്ങോട്ടൊന്ന് മാറ്റി ചോദിച്ചു എന്നേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ ആണ്. 3 ഡോറാണുള്ളത്. 3 ഡോറിൻ്റെ പിറകിൽ എന്താണെന്ന് ഹോസ്റ്റിന് അറിയാം. അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഒന്നാമത്തെ ഡോറ് ചൂസ് ചെയ്തു. ഇത് എന്താണ് ഇതിൻ്റെ പിറകിൽ നിന്ന് അറിയുന്ന ഹോസ്റ്റ് എന്ത് ചെയ്തു, 3ാമത്തെ ഡോർ ഓപ്പൺ ചെയ്തു, ഗോട്ടിനെ കാണിച്ചു തന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1ാമത്തെ ഡോറിൽ സ്റ്റിക്ക് ചെയ്യണോ അല്ലെങ്കിൽ 2ാമത്തെ ഡോറിലോട്ട് സ്വിച്ച് ചെയ്യണോ എന്ന് ഹോസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിജയ സാധ്യത മാക്സിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു മാക്സിമൈസ് ചെയ്താൽ നിങ്ങൾ ചൂസ് ചെയ്താൽ അത് വിജയിക്കാനുള്ള സാധ്യത എത്ര. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓഫ് കോഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ സ്വിച്ച് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആൻസർ അല്ലേ. നമുക്ക് വിജയിക്കാനുള്ള സാധ്യത മാക്സിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ചെയ്യണം. സ്വിച്ച് ചെയ്താലുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നമ്മൾ തൊട്ട് മുന്നേ കണ്ടു. എത്രയാണ്, സ്വിച്ച് ടു ഡോർ 2 ആൻഡ് ദ പ്രോബബിലിറ്റി ഈസ് 2/3 ആയിരിക്കും. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതിൽ നമുക്ക് ആ ഡോറിൻ്റെ എണ്ണം ഒന്ന് കൂടിയിട്ടുള്ളതാണ്. 3 ഡോറിന് പകരം ഇൻ എ മോണ്ടി ഹാൾ പ്രോബ്ലം 5 ഡോർസ് 1 കാർ. 5 ഡോറുണ്ട്, ഒരു കാറാണ്.
host house, but the host opens only 2 goat doors. നോക്കിക്കേ, 1 2 3 4 5 ഡോർ ഉണ്ട്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഡോറ് സെലക്ട് ചെയ്ത് വെച്ചു. എപ്പോഴും നമ്മളൊരു ഡോറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹോസ്റ്റ് 2 ഡോറ് വിത്ത് ഗോട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 എണ്ണം ഓപ്പൺ ചെയ്തു എന്ന് വിചാരിക്കാം. അതിൽ 2ലും ഗോട്ടാണ് ഉള്ളത്. ലിവിങ് 2 അൺഓപ്പൺഡ് ഡോർസ് ബിസൈഡ്സ് യു. നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാണ്, 2 എണ്ണം വേറെ നമ്മുടെ ചോയ്സിന് വിട്ടിട്ടുണ്ട് അൺഓപ്പൺ ആയിട്ട്. ഇഫ് യു നൗ സ്വിച്ച് ബൈ റാൻഡംലി ചൂസിങ് വൺ ഓഫ് ദോസ് 2 ഡോർസ്, വാട്ട് ഈസ് യുവർ വിന്നിങ് പ്രോബബിലിറ്റി? അപ്പൊ ഈ അൺഓപ്പൺഡ് ആയിട്ടുള്ള ഇതിലോട്ട് ഏതിലെങ്കിലും ഒന്നിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജയിക്കാനുള്ള സാധ്യത എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കുമ്പം നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്താൽ ജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ടോട്ടൽ 5 എണ്ണാണ്. അതിൽ 1/5 വരും. ഇനി ബാക്കിയുള്ള 4 എണ്ണത്തിന് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ടോട്ടൽ 4 എണ്ണത്തിനും കൂടെ ടോട്ടൽ വേണ്ടത് 4/5 ആണ്. അതിൽ 2 എണ്ണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4/5 പ്രോബബിലിറ്റി എങ്ങോട്ടേക്ക് പോവും? 4/5 എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഇത് 2ലോട്ടും പോവും അല്ലേ? അതായത് ഇപ്പം നിലവിൽ നമ്മൾ നോക്കുമ്പം ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും തുറന്നാൽ ജയിക്കാനുള്ള സാധ്യത 4/5 ആണ്. അതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി ആണ് 4/5. 2ലും ഏതെങ്കിലും ഒന്ന്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ടോട്ടൽ 4/5 എന്ന് പറയുമ്പം ഇതിൽ ഒന്ന് സെലക്ട് ചെയ്താൽ അത് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇതിൻ്റെ പകുതിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി, 4/5നെ എന്ത് ചെയ്യുക, ഇൻറ്റു 1/2. 2 പേർക്കും ആ ഒരു പ്രോബബിലിറ്റി നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേതെങ്കിലും ഒന്നിന് സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ 4/5 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 2 4 2 ടൈംസ് അതിലേതെങ്കിലും ഒന്ന് വിൻ ചെയ്യാനുള്ള സാധ്യത, മീൻസ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിൻ ചെയ്യാനുള്ള സാധ്യത 2/5 ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ വരുന്നത്, അതായത് ഇവിടെ 2/5 ഇത് വിൻ ചെയ്യാനുള്ളതും 2/5 ടോട്ടലാണ് എന്ത് 4/5 എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ മോണ്ടി ഹാൾ ഗെയിം യു ആർ ഗിവൺ 10 സീൽഡ് ബോക്സ്. 10 സീൽഡ് ബോക്സ് ഉണ്ട്. 1 കണ്ടെയ്നിങ് 1 crore. നമ്മൾ ഡീൽ ഓർ നോ ഡീൽ പോലെ 10 ബോക്സ് ഉണ്ട്. അതിൽ ഒന്നിൽ എന്താണ് 1 crore rupees ഉണ്ട്. യു പിക്ക് ബോക്സ് 2. ഓക്കെ, 10 ബോക്സ് ഉണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ബോക്സ് ഞാൻ പിക്ക് ചെയ്തു. ഇത് പിക്ക് ചെയ്തതാണ്. ബാക്കി എൻ്റെ അടുത്ത് എന്തുണ്ടാവും, 9 ബോക്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കിപ്പം പിക്ക് ചെയ്ത ബോക്സിൽ നമുക്ക് ആ ഒരു 1 crore ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/10ഉം ബാക്കിയുള്ളതിൽ 9/10 ആണ്. നെക്സ്റ്റ് ദ ഹോസ്റ്റ് ദെൻ ഓപ്പൺ 7 empty boxes. 9ൽ 7 എണ്ണം എന്ത് ചെയ്തു, ഇയാൾ ഓപ്പൺ ചെയ്തു. അതായത് ബാക്കി എത്ര ഉണ്ട്, അൺഓപ്പൺഡ് ആയിട്ടുള്ള 2 എണ്ണം കിടക്കുന്നുണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ 9/10 എന്ന് പറയുന്ന പ്രോബബിലിറ്റി എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ 2 പേർക്കുമായിട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഇതിൽ ഇവർ 2 പേരുടെയും കൂടെ ടോട്ടൽ പ്രോബബിലിറ്റി ഇപ്പം എന്തായി, 9/10 ആയി. ഇനി നൗ ഓൺലി 2 ബോക്സ് 2 ബോക്സ് 6 ആൻഡ് ബോക്സ് 8 റിമൈൻസ്. അതായത് ഒന്ന് നമ്മൾ ചൂസ് ചെയ്ത ബോക്സ് 2, അതാണ് ഒരു ബോക്സ് എന്നുള്ളത് കൊടുത്തതാണേ. നമ്മൾ ചൂസ് ചെയ്ത ബോക്സ് 2, പിന്നെ ബാക്കിയുള്ള ബോക്സ് 6ഉം 8ഉം 2 എണ്ണം റിമൈനിങ് ഉണ്ട്. ഹി ടെൽസ് യു യു മേ സ്വിച്ച് ടു വൺ ഓഫ് ദ അതർ 2 boxes. ഇഫ് യു സ്വിച്ച് റാൻഡംലി വാട്ട് ഈസ് ദ ചാൻസ് ദാറ്റ് യു വിൽ വിൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒന്ന് ചൂസ് ചെയ്താൽ അത് വിൻ ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ടോട്ടൽ 9/10 പ്രോബബിലിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/20 ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 doors 1 car ആണ്. അടുത്തത് യു പിക്ക് 1 door. ഹോസ്റ്റ് നൗയിങ് ഓപ്പൺസ് 2 other doors, both showing goats, leaving 1 other closed door. If you switch to the that last closed door, what is your chance to win? സിമ്പിൾ ആണ്. 4 ഡോർ ഉണ്ട്. നിങ്ങളൊന്ന് ചൂസ് ചെയ്തു, ബാക്കി 3 എണ്ണം ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/4ഉം ഇവിടെ 3/4ഉം ആണ്. അതിലെന്ത് ചെയ്തു, ഹോസ്റ്റ് എന്ത് ചെയ്തു, 2 എണ്ണം വീണ്ടും ഓപ്പൺ ചെയ്തു, ബാക്കി 1 ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിലോട്ട് പോവും, ഈ 3/4 എന്ന് പറയുന്നത് ഈ ലാസ്റ്റത്തെ അൺഓപ്പൺഡ് വിൻ ചെയ്യാനുള്ള സാധ്യതയായിട്ട് മാറും. നമ്മൾ സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള സാധ്യത 3/4 ആയിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ഓക്കെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണേ.
You are given 20 boxes. One has a gold coin. You pick box 6. The host opens one box at a time. All empty until only 3 boxes remain. അതായത് നമ്മൾ പിക്ക് ചെയ്ത ബോക്സ് 6ഉം പിന്നെ വേറെ 3 boxes remain ബോക്സ് 6 ബോക്സ് 11 ആൻഡ് ബോക്സ് 15. നമ്മൾ പിക്ക് ചെയ്ത ബോക്സ് നമ്പർ 6ഉം പിന്നെ ഒരു 11ാമത്തെയും 15ാമത്തെയും ബോക്സ്, ടോട്ടൽ 3 ബോക്സസ് അവസാനം വരുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾ ബാക്കിയുള്ളതൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. Now you are allowed to switch to either of the other 2 boxes. ഇതുവരെ ഓക്കെ ആണ്, നമുക്ക് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ നമുക്കറിയാം. ക്വസ്റ്റ്യൻ പക്ഷേ ഇതാണ്, ഇഫ് യു സ്വിച്ച് വാട്ട് ഈസ് യുവർ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് വിന്നിങ്. ഈ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് വിന്നിങ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് വിന്നിങ് എന്ന് പറയുന്നത്, നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട്, അതേപോലെ തന്നെ തോക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇതിൽ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് വിന്നിങ് എന്ന് പറയുമ്പോൾ വിന്നിങ് പ്രോബബിലിറ്റിയുടെയും അതേപോലെ തന്നെ നമ്മൾ ലോസ് ആവാനുള്ള, അതായത് വിന്നിങ് പ്രോബബിലിറ്റി അതേപോലെ തന്നെ ലോസിങ് പ്രോബബിലിറ്റിയുടെയും റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്. നിങ്ങൾ ജയിക്കാനുള്ള സാധ്യത, സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യതയുടെയും അതേപോലെ തന്നെ നിങ്ങൾക്ക് തോൽക്കാനുള്ള സാധ്യത ഉണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ആണ്, ഈ 2 പ്രോബബിലിറ്റിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഡ്സ് ഇൻ ഫേവർ ഓഫ് വിന്നിങ് എന്ന് പറയുന്നത്. ഓഡ്സ് എഗെയിൻസ്റ്റ് വിന്നിങ് എന്ന് പറയുമ്പോൾ, ഓഡ്സ് ഇൻ ഫേവർ എന്നുള്ളതിന് പകരം ഓഡ്സ് എഗെയിൻസ്റ്റ് ദ വിന്നിങ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, അവിടെ നമുക്ക് തോൽക്കാനുള്ള സാധ്യതയുടെയും അതേപോലെ ജയിക്കാനുള്ള സാധ്യതയുടെയും ഈ റേഷ്യോ നേരെ തല തിരിഞ്ഞു വരും. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുമ്പ് ഇത് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് നോക്കിക്കേ, 20 ബോക്സസ് ആണുള്ളത്. 20 ബോക്സിൽ ഞാനൊന്ന് ചൂസ് ചെയ്തു, 6ാമത്തെ ബോക്സ് ചൂസ് ചെയ്തു, ബാക്കി 19 ബോക്സ്. അതായത് ഇവിടെ ഞാൻ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇവിടെ 1/20യും ഇവിടെ 19/20 ആണ്. ഇനി അതിൽ ആ 19 എണ്ണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾ 2 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഓപ്പൺ ചെയ്തു. അപ്പം ബാക്കി 17 എണ്ണം ഓപ്പൺ ചെയ്തു, ബാക്കി 2 എണ്ണം ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോബബിലിറ്റി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും അല്ലേ. അതായത് ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എന്താണ് എടുത്താൽ ജയിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ 2ൻ്റെയും കൂടെ ടോട്ടൽ ജയിക്കാനുള്ള പ്രോബബിലിറ്റി 19/20 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ഏതെങ്കിലും ഒന്നിലോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാനുള്ള സാധ്യതയും തോൽക്കാനുള്ള സാധ്യതയും കണ്ടിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കണം. അപ്പം ഇതിലോട്ട് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ ജയിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്നിലോട്ടാണ്. അപ്പം 19/20 ഇൻറ്റു 1/2 ആണ് ജയിക്കാനുള്ള സാധ്യത വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 19/40 ആണല്ലേ. 40ൽ 19ഉം ജയിക്കാനുള്ള സാധ്യതയാണെങ്കിൽ ഇവിടെ തോൽക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയാണ് കാണാം, തോൽക്കാനുള്ള പ്രോബബിലിറ്റി കാണാൻ 1 മൈനസ് ജയിക്കാനുള്ള സാധ്യത, ആ പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ മതി. 40ൽ 19ഉം നമുക്ക് ജയിക്കാനുള്ള സാധ്യതയാണെങ്കിൽ ബാക്കി വരുന്ന 40ൽ 19 മൈനസ് ചെയ്താൽ ബാക്കി വരുന്ന 21 എന്താണ്, തോൽക്കാനുള്ള സാധ്യതയാണ്. ക്ലിയർ ആണോ? ഇനി റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് ജയിക്കാനുള്ള സാധ്യത 19/40ഉം തോൽക്കാനുള്ള സാധ്യത 21/40ഉം. ദാറ്റ് മീൻസ് 19:21 ആണ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് വിന്നിങ് എന്ന് പറയുന്നത്. 19/21 അല്ലെങ്കിൽ 19:21. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ചെറിയൊരു അതേപോലെ തന്നെ ഉള്ളതാണ്, പക്ഷെ അവസാനം ചോദിക്കുന്നത് വാട്ട് ആർ ദ ഓഡ്സ് എഗെയിൻസ്റ്റ് വിന്നിങ് എന്നാണ്. ഓഡ്സ് എഗെയിൻസ്റ്റ് വിന്നിങ് വരുമ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക കേട്ടോ. ലോസിങ് പ്രോബബിലിറ്റി കാണാം, അതായത് വിന്നിങ് പ്രോബബിലിറ്റി ലോസിങ് പ്രോബബിലിറ്റിയും കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, റേഷ്യോ എടുക്കുമ്പോൾ തിരിച്ചെടുത്താൽ മതി. ലോസ് ചെയ്യാനുള്ള സാധ്യത ഈസ് ടു വിൻ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യുക, കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് അത് യൂസ്ഫുൾ ആണെങ്കിൽ അതും എന്ത് ചെയ്യുക, നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഇപ്പം പുതുതായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള പുതിയ പാറ്റേണിൽ വരുന്ന പുതിയ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.